മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് മെയ് 30-ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കും. പിണറായിസം തകരുമെന്ന് പി വി അൻവർ പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി എത്തുക. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, പിണറായിസത്തിനുള്ള മറുപടിയാകും നിലമ്പൂരെന്നാണ് പി വി അൻവർ പറഞ്ഞത്. ഇന്നിപ്പോൾ പ്രതികരണം വന്നപ്പോഴും ആന്റി പിണറായിസത്തിന്റെ വോട്ട് വീഴുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ സാഹചര്യമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ, പി വി അൻവറിന്റെ ഇത്തരം വിമർശനങ്ങൾ, പരാമർശങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വരവ് പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലേ? തീർച്ചയായും വലിയ പ്രാധാന്യം അർഹിക്കുന്ന വരവ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ എന്ന് പറയണം. അപ്പോഴും ഇടത് നേതാക്കളെല്ലാം, ഇടതുപക്ഷ CPM-ലെ എല്ലാ നേതാക്കളും ആവർത്തിച്ച് പറയുന്നത് ഈ പി വി അൻവറിന്റെ ഫാക്ടർ ഒരു തരത്തിലും അത് ഗുണം ചെയ്യില്ല. പി വി അൻവർ നിലമ്പൂരിലെ ആളുകളെ ചതിക്കുകയാണ് ചെയ്തത്, അത് ആളുകൾക്ക് മനസ്സിലാകും എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് 30-ാം തീയതി മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു എന്നുള്ള കാര്യം. നേരത്തെ പല ഉപതെരഞ്ഞെടുപ്പുകളിലും മുഖ്യമന്ത്രി നേരിട്ടെത്തുകയും നമ്മൾ കണ്ടതാണ്. 3-4 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ സംസാരിക്കുകയും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സാഹചര്യം തന്നെ നിലമ്പൂരിലും ആവർത്തിക്കുമെന്നുള്ളതാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അല്പസമയം മുൻപ് വിജയരാഘവൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ എത്തിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ഇടതുമുന്നണി കടക്കുന്നത്. മെയ് 30-ന് വൈകിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുക. സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് എത്തുന്നു. മെയ് 30-ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് സംസാരിക്കുക. പിണറായിസം തകരുമെന്നായിരുന്നു പി വി അൻവറിന്റെ പരാമർശം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി എത്തുന്നതെന്നാണ് ഏറെ ശ്രദ്ധേയം.